ലോപസേ പോകാം. ഞാൻ സാർ നമുക്ക് പോവാം. നിനക്ക് കൊച്ചുമുതലാളി കാണണ്ടേ? ആ വാ, നിന്നെ ഏതായാലും കൊച്ചുമുതലാളി കാണിച്ചു. അയ്യോ, അച്ഛനും തന്നെ കൊല്ലും. മോട്ടോർ സൈക്കിൾ വെള്ളത്തിലാണ് ഇപ്പൊ എടുത്തോണ്ട് വരാം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാനല്ലേ അവനെ മുറിയിലിട്ട് പൂട്ടിയത്? പൂട്ടിയിട്ടത് ശരിയായിരിക്കാം, പക്ഷെ കൊച്ചുമുതലാളി എങ്ങനെ പുറത്തിയാടി? എന്നെ ധിക്കരിക്കാനുള്ള ചങ്കുറ്റം അവൻ എങ്ങനെ ഉണ്ടായി? പ്രേമമല്ലേ മുതലാളി രോഗം. ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കൊച്ചുമുതലാളി നമ്മുടെ കയ്യിൽ പുറത്തിയാടും. അടയ്ക്കാവുമ്പോ മടി വെക്കാം, അടയ്ക്കാമരം വെക്കാൻ ഒക്കുമോ? വേണ്ടി വന്നാൽ പിഴുതെടുത്ത് അതിന്റെ വേര് വെട്ടിക്കളയാൻ എനിക്കറിയാം. അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ലിത്. അമ്പിളിയെ കൊരുത്ത ചൂണ്ടയാണ് കേശവൻ എറിഞ്ഞിരിക്കുന്നത്. ഞാനത്ര മണ്ടനൊന്നുമല്ല കൃഷ്ണൻകുട്ടി. ഈ സ്വത്തപ്രയം ഉണ്ടാക്കാമെങ്കിൽ അത് നിലനിർത്താൻ എനിക്കറിയാം. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനെയും കുടുംബത്തിനെയും കൂരയോടെ പൊക്കിയെടുത്ത് കടലിൽ ഞാൻ വലിച്ചെറിയാം.
വരട്ടെ കൃഷ്ണൻകുട്ടി. ആരെ പേടിച്ചില്ലെങ്കിലും നാട്ടുകാരെ പേടിക്കണമല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം. കൊച്ചുമുതലാളി, എനിക്ക് വിഷമമുണ്ടേ. എന്റെ മുഖം അത്രയ്ക്ക് മോശമാണോ? അല്ലേ, ഒരബദ്ധം പറ്റിപ്പോയതാ. ആ, ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടി അല്പം വെള്ളം അടിച്ചു. ശകലം കൂടിപ്പോയി. അല്പം കൂടിപ്പോയാൽ അമ്മയും പെങ്ങളും തിരിച്ചറിയാതാവോ? അതങ്ങനെ പറ്റിപ്പോയി. ലഹരിയുടെ പുറത്ത് ആളാരാണെന്ന് അറിയാൻ മേലാതെ കേറിയങ്ങ് പിടിച്ചുപോയി. ഏതായാലും കിട്ടാനുള്ളത് കിട്ടിയപ്പോഴെങ്കിലും ആളെ മനസ്സിലായല്ലോ. അത് കൊച്ചുമുതലാളി മനസ്സ് വെച്ചോണ്ടിരിക്കരുത്, മറന്നു കളയണം. ഇതൊക്കെ മനസ്സ് വെച്ചോണ്ടിരിക്കാൻ കൊള്ളാം. അപ്പോഴേ മറന്നില്ലേ? ലോപ്പസ് ഒരു കാര്യം ചെയ്യും. പൊക്കോ.